അനന്ത് സോറി വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും വേണ്ട, ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. കഴിഞ്ഞ ദിവസമാണ് ഈ സിജോ ഉണ്ടെങ്കിൽ ഉപ്പും മുളകും ലൈറ്റ് ആ ഒരു വീഡിയോ ചെയ്ത സമയത്തുണ്ടെങ്കിൽ അനന്തുവിനെ കുറിച്ച് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, അദ്ദേഹത്തിനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ വീഡിയോ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അനന്തു എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എതിരെ ഒരു മറുപടി കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോയിൽ അദ്ദേഹം ഇവരെക്കുറിച്ചൊക്കെ സംസാരിച്ച ക്ലിപ്പൊക്കെ എടുത്തു വെച്ചു. അത് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമാക്കുന്ന രീതിയിൽ എന്ത് ചെയ്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് തിരിച്ച് ഈ ഒരു സിജോ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ അനന്തുവിനെതിരെ എന്തെങ്കിലും തെളിവുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനന്തു എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിൻ്റെ അച്ഛനെയൊക്കെ വിളിക്കുന്ന രീതിയിലാണ് ഈ ഒരു വ്യക്തി പെരുമാറിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമേ കണ്ടപ്പോൾ തന്നെ തുടങ്ങിയത് മോനെ എന്നല്ല മോളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മോളേനെ ഫസ്റ്റ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ഫുൾ അനന്തുവിനെ മോളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് കൂടുതൽ പേര് എന്തോ മോളെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞെന്തോ അധിക്ഷേപിക്കേണ്ട കാര്യം എന്തോ ആണ് എല്ലാവരും കുറേയധികം സ്ത്രീകൾ ഇത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്തോ സ്ത്രീകളെ പറ്റി എന്തോ സ്ത്രീകൾ അങ്ങനത്തെ സ്വഭാവമാണോ, അങ്ങനെ മാറ്റി പറയുന്നവരാണോ എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ എന്തോ അവരെന്ത് വീക്കാണോ എന്നൊക്കെ ചോദിച്ച് കുറേയധികം വീഡിയോസ് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴും എനിക്കും തോന്നി അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താണ്. ഒരു വ്യക്തിക്ക് എന്തേലും നിങ്ങൾ പേഴ്സണലായിട്ട് ആ ഒരു വ്യക്തി അനന്തു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യമാണ്. താൻ തന്നെ ആണ് കഴിഞ്ഞ വീഡിയോ സിജോ തന്നെയാണ് പണ്ടൊരിക്കൽ അവരുടെ ഫാമിലിയെക്കുറിച്ച് ഇതാണൊക്കെ പറഞ്ഞതൊക്കെ. ആ സമയത്ത് വേറൊരു ന്യായം, ഈ സമയത്ത് വേറെ ന്യായം. അങ്ങനെ മാറ്റി പറഞ്ഞതിൽ തെറ്റെന്താണ് എന്നാണ് അനന്തു ചോദിച്ചത്. അതിന് പകരം ഈ ഒരു സിജോ കാണിച്ചത് അതിലെന്തെങ്കിലും എതിർക്കാനുണ്ടോ അദ്ദേഹത്തിനെ പറ്റി പറയാതെ അനന്തു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പറ്റി എന്തെങ്കിലും പറയാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിക്കുന്നത് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ ബാക്കി വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്ക്. പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒറ്റ തന്തയുള്ളൂ. പറഞ്ഞ പോലെ എനിക്ക് ഒരൊറ്റ തന്തയുള്ളൂ. അല്ലാതെ മോളെ പോലെ അങ്ങനെ എനിക്ക് പല പൈതൃകങ്ങൾ എനിക്ക്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു സിജോയുടെ സ്വഭാവം. ഇത്ര താഴ്ന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനന്തു തന്നെക്കുറിച്ചാണ് കുറ്റം പറഞ്ഞതെങ്കിൽ തിരിച്ച് അതേ കണക്ക് അനന്തുവിനെ കുറിച്ചാണ് കുറ്റം പറയേണ്ടത്. ഒരിക്കലും അനന്തുവിൻ്റെ അച്ഛനെയോ അമ്മയോ ഒന്നും തന്നെയല്ല കുറ്റം പറയേണ്ട. അതിന് പകരം ഈ ഒരു സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ വന്നിരുന്നത് എനിക്ക് ഒറ്റ തന്തയുള്ളൂ, പക്ഷെ നിനക്ക് അങ്ങനെയല്ല, പല പൈതൃകങ്ങളും ആ ഒരു ഭാഷ ഭയങ്കര രീതിയിൽ സംസാരിക്കും. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് ഇത്ര നല്ല മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് പറയുന്ന സിജോ തന്നെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു വ്യക്തിയുടെ അച്ഛനെയൊക്കെ കുറിച്ച് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ തന്തയുള്ളൂ, നിനക്ക് അങ്ങനല്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? ഇത്രയും ക്യാരക്ടർലെസ് ആയിട്ടുള്ളൊരു വ്യക്തിയെ നമുക്ക് ബിഗ് ബോസിൽ ഇദ്ദേഹം കുറേ അധികം ഇതേ കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് റോക്കിയുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ വാങ്ങിച്ചത്. സോ റോക്കി അപ്പം കൊടുത്ത അടി അത് വേസ്റ്റ് ആയില്ലെന്ന് തന്നെയാണ് ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. കാരണം എന്താണ് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പം അനന്തു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും സിജോയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അനന്തുവിനെ പറയണം. അനന്തു സിജോനെ പറഞ്ഞ കണക്ക്, അല്ലാതെ അനന്തുവിന് വീട്ടിൽ ഇരിക്കുന്നവരെ അച്ഛനെയും അമ്മയും അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. അത് വളരെ മോശമായി. ഇതുകൊണ്ട് തന്നെ സിജോ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുണ്ടെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാവരും സിജോനെയാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. സിജോ വിചാരിച്ച് സിജോ ഉണ്ടെങ്കിൽ അനന്തുവിന് ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞ് പണി വന്നതെന്ന് പറഞ്ഞാൽ സിജോന് തന്നെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ ചിന്തിക്കുന്നതെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.